നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 17, 2025 ബുധൻ. അങ്ങനെ ഇന്നും ഉൾപ്പെടെ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ആകെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ തുടർച്ചയായി 4 ട്രേഡിംഗ് സെക്ഷനുകളിൽ ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് ഒരു തിരിച്ചുവരവ് നടത്തുവാനുമായി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്നും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. മാത്രവുമല്ല, 3 മാസങ്ങൾക്ക് ശേഷം, അതായത് സെപ്റ്റംബർ 19 ശേഷം 2.29% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 10 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ട് 9.83 എന്ന ലെവലിൽ ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസീസിലും സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. മാർക്കറ്റ് ഓപ്പൺ ആയി ഉടനടി തന്നെ നേരിയ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും പിന്നീട് റിക്കവറി നടത്തുവാനും സാധിച്ചു. ആദ്യഘട്ടത്തിൽ തൽഫലമായി ഇന്ന് 25,929 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് മാർക്കറ്റിലുണ്ടായ ഫോളിന്റെ ഫലമായി 25,770 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 41 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,818 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് വ്യാപാരവും അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 120 പോയിന്റുകളുടെ നഷ്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 107 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. നിഫ്റ്റിക്ക് ഇന്ന് നേരിയ നഷ്ടമാണ് സംഭവിച്ചെങ്കിൽ കൂടിയിട്ടും NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 892 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1950 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ശ്രീറാം ഫൈനാൻസ്, SBI, ഐഷ മോട്ടോഴ്സ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാനായപ്പോൾ മാക്സ് ഹെൽത്ത് കെയർ, SBI ലൈഫ് ഇൻഷുറൻസ്, HDFC ലൈഫ്, ട്രെൻഡ്, അപ്പോളോ ഹോസ്പിറ്റൽസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ബോർഡർ മാർക്കറ്റ്സിനും നഷ്ടം നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 0.5% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പിന് 0.7% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് PSU ബാങ്ക് ഇൻഡെക്സിന് 1.4% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ മീഡിയയ്ക്ക് 1.5% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. അതേസമയം പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ്, FMCG, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകൾക്ക് 0.5% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും 66 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 90.37 എന്ന ലെവലിൽ ക്ലോസിംഗും ഇന്ന് രേഖപ്പെടുത്തുവാനായി. ഇനി നമുക്ക് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ US-ൽ നിന്നും വന്ന ജോബ് ഡേറ്റയിൽ US-ലെ ജോബ് ഗ്രോത്തില് എക്സ്പെക്ടേഷനെയൊക്കെ മറികടന്നുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് വരികയുണ്ടായെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ കാര്യത്തിൽ 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് 4.6% റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. സോ US-ൽ നിന്നും വന്ന മിക്സ്ഡ് ആയിട്ടുള്ള ജോബ് ഡേറ്റയെ തുടർന്ന് വരാനിരിക്കുന്ന ഫെഡ് പോളിസികളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്കേറ്റ മങ്ങൽ, കൂടാതെ ഫെഡറൽ റിസർവിന്റെ തീരുമാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന അനിശ്ചിതത്വവും US മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ സെല്ലിങ്ങിനെ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. കാരണം ഈ മാസം തുടർച്ചയായി എല്ലാ ട്രേഡിംഗ് സെഷനിലും അവ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും സെല്ല് ചെയ്ത് ഇറങ്ങുകയാണ് ഉണ്ടായതും. മാത്രമല്ല, ഈ ആഴ്ചയിൽ സെല്ലിംഗ് വർദ്ധിപ്പിക്കുകയും ഉണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ ദിനങ്ങളിൽ അവരുടെ ഭാഗത്തു നിന്നുമുള്ള ബൈയിങ്ങിന് കുറവും വരുത്തുകയുണ്ടായി. ഇതിനു മുൻപുള്ള ട്രേഡിംഗ് സെഷനുകളിലൊക്കെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിൽക്കുന്ന തുകയ്ക്ക് തത്തുല്യമായോ അല്ലെങ്കിൽ അതിന്റെ ഇരട്ടിയിലേറെ തുകയ്ക്ക് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും പൊതുവെ ബൈ വരാറുണ്ടായിരുന്നു. എന്നാൽ അവസാന 2 ട്രേഡിംഗ് സെഷനിലും അങ്ങനെ ഒരു കാര്യം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വരികയുണ്ടായില്ല. അവരുടെ ഭാഗത്തു നിന്നുള്ള ബൈക്ക് കുറവും സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന തുടർച്ചയായ സെല്ലിങ്ങും മറുഭാഗത്ത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ബൈയിങ്ങിലുള്ള കുറവും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സാരമായി തന്നെ ബാധിക്കുകയുണ്ടായി. ഹെവി വെയ്റ്റ് ബാങ്കിംഗ് സ്റ്റോക്കുകളായ ICICI ബാങ്ക്, HDFC ബാങ്ക് സ്റ്റോക്കുകളിൽ ഇന്ന് സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുക തന്നെയുണ്ടായി. 1.5% ഇരു സ്റ്റോക്കുകൾക്കും ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഈ 2 സ്റ്റോക്കുകളും ബാങ്ക് നിഫ്റ്റിയിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ ആയതുകൊണ്ട് തന്നെ
ഇരു സ്റ്റോക്കുകൾക്കും ഇന്ന് നേരിടേണ്ടി വന്ന ക്ഷീണവും നമ്മുടെ മാർക്കറ്റിനെയും തളർത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കണ്ടിരുന്നു ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം അമേരിക്ക എപ്പോൾ വേണമെങ്കിലും വെനിസുല എണ്ണക്കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള സൂചനകൾ വരികയുണ്ടായി. എന്നാൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി തന്നെ വെനസ്വേല എണ്ണക്കപ്പലുകൾക്ക് സമ്പൂർണമായും പൂർണ്ണമായിട്ടുമുള്ള ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. വെനസ്വേലയുടെ എണ്ണക്കപ്പലുകൾ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും കണ്ടുകെട്ടാനുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയുണ്ടായത്. സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നതോടുകൂടിയിട്ട് ഓയിലിന്റെ സപ്ലൈയില് പ്രതിസന്ധികൾ സൃഷ്ടിക്കാമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നതിനാൽ തന്നെ ഇന്ന് ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിലും അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഏകദേശം 2.5% ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിന് എന്നതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഉയർച്ച ഇന്ന് മോശമായി തന്നെ ബാധിച്ചു. ഇന്നലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം അമേരിക്കൻ ഡോളറിനെതിരെ 91 എന്ന ലെവൽ മറികടന്നപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവാണ് വലിയ ഒരു ഇടിവിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്നലെ രക്ഷിച്ചതെങ്കിൽ ഇന്ന് നേരെ വിപരീതമായി ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.5% ഇടിവ് സംഭവിച്ചപ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ വലിയ ഒരു തിരിച്ചുവരവ് നടത്തുവാൻ സാധിച്ചത് ഒരു പരിധി വരെ വലിയൊരു ഫോളിൽ നിന്നും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുക തന്നെയുണ്ടായി. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേരിയതാണെങ്കിലും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്നത്തോടുകൂടി നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ കാരണമാക്കിയതും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 200 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 1.5%, ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരത്തിൽ തുടരുമ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. ഇന്ത്യൻ, സിംഗപ്പൂർ, തായ്വാൻ, തായ്ലാന്റ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജപ്പാൻ, ഹോങ്കോങ്, കൊറിയൻ, ചൈനീസ് മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2.4% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $60.34 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.48% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $56.64 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയും കുതിച്ചുയരുകയാണ് ഉണ്ടായത്. $4,321.41 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ശ്രീറാം ഫൈനാൻസ് ഈ വരുന്ന വെള്ളിയാഴ്ച ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ബോർഡ് മീറ്റിംഗ് ചേരുമെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. നെഫ്രോ കെയർ ഹെൽത്ത് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 7% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. സ്പാർക്ക് മെഡിവേൾഡ് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 2.5% പ്രീമിയത്തിന്റെ നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത്. മാഗ്നസ് സ്റ്റീൽ ആൻഡ് ഇൻഫ്ര ഡിസംബർ 22, 2025 ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. KPI ഗ്രീൻ എനർജി പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി 475 കോടി രൂപ ഫണ്ട് സമാഹരിക്കാൻ ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. ഗോദാവരി പവർ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ഗോദാവരി ന്യൂ എനർജിയിൽ 73.95 കോടി രൂപയുടെ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകുകയുണ്ടായി. NTPC ലിമിറ്റഡ് 243.66 മെഗാവാട്ട് കപ്പാസിറ്റി വരുന്ന കവഡ 1 സോളാർ പ്രൊജക്ട് ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.